നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. അതിനൊരു ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ട് പാസ് ചെയ്യേണ്ട വരില്ല. അത് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതിന് സ്പീഡ് കുറയും, അല്ലെങ്കിൽ അത് കൃത്യതയോടുകൂടി ആയിരിക്കില്ല. അപ്പൊ എന്ത് പറ്റും? ഓർഗൻസിന് കിട്ടേണ്ട കമാൻഡ്സ് ബ്രെയിനിൽ നിന്ന് സമയത്ത് കിട്ടൂല, ചിലപ്പോൾ വൈകാം, അല്ലെങ്കിൽ കൃത്യതയോട് കിട്ടൂല. അതോടുകൂടി നമ്മുടെ ഓർഗൻസിന്റെ ഫങ്ഷൻ കൃത്യതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ശരീരത്തിൽ ടോട്ടൽ ഇംബാലൻസ് ഉണ്ടാവും. അതും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പിന്നെയോ എക്സസ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവും, വേർക്കും നല്ലപോലെ. ചൂടൊന്നും ഇല്ലെങ്കിലും വേർക്കും, അമിതമായിട്ട് വേർക്കും. വേർപ്പ് നല്ലതാണ്, പക്ഷെ അമിതമായിട്ടുള്ള വേർപ്പ്, തല എപ്പോഴും വേർത്തുകൊണ്ടിരിക്കും. അതും വൈറ്റമിൻ ഡിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. തളർച്ച, ഫാറ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ ലിത്താർജി, ഉന്മേഷക്കുറവ്. രാവിലെ കിടക്കുന്നൊക്കെ എണീച്ച് കഴിഞ്ഞാൽ ഉണർന്നു, പക്ഷെ എന്നാലും എണീക്കാനായിട്ട് കുറച്ച് താമസം, കുറച്ചും കൂടെ നേരം കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. എവിടെയെങ്കിലും നടന്നു വന്നാൽ കുറെ നേരം റെസ്റ്റ് എടുക്കണമെന്നാണ്. ഏതിനും ഒരു ഉന്മേഷക്കുറവ്. ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് കാണപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മസിൽ പെയിൻ, മസിലുകൾക്ക് വേദന, ക്രോണിക് ആയിട്ടുള്ള ജോയിന്റ് പെയിൻ. ചിലപ്പോൾ ഈ ഓസ്റ്റിയോപൊറോസിസിനും ഒരു കാരണം, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ തേയ്മാനം എന്നാണ് വിധി, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്ന് പറയും. ഇത് രണ്ടും അതെ, തേയ്മാനവും വാദസംബന്ധമായിട്ടുള്ളതാണ്. അതിനും വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു കാരണമായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഉറക്കക്കുറവ്, സ്ലീപ്പിംഗ് പ്രോബ്ലം ഇൻ സ്ലീപ്പിംഗ്. ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടൂല. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്, നീ നല്ലപോലെ ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഗാഠനിദ്രയിൽ ഞാൻ ആയിരുന്നോ എന്നാണ് അതിന്റെ ചോദ്യം. പലപ്പോഴും ഈ ഗാഠനിദ്ര കിട്ടാത്തതിന്റെ ഒരു കാരണം, നിരവധി കാരണങ്ങളുണ്ടാവും, അതിലൊരു പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ്. പിന്നെയോ സ്ഥിരമായിട്ടുള്ള തലവേദന. സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാവും ചിലവർക്ക്. അതുപോലെ തന്നെ എപ്പോ ചോദിച്ചാലും പറയും തലവേദനയാണ് എന്ന് മരുന്ന് കഴിഞ്ഞിട്ട് തലവേദന മാറില്ല. അത് അവസാനം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. ഒരു ടെസ്റ്റ് ഉണ്ട് അത്. പിന്നെയോ മസിൽ കോച്ചി പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. കാലിന്റെ മസില് ഒക്കെ, വിരലിന്റെ മസിലൊക്കെ ഇങ്ങനെ കോച്ചി പിടിക്കും. അതില് വൈറ്റമിൻ ഡിയും വേണം, കാൽസ്യവും വേണം. കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്, കാൽസ്യം ആഗിരണം ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. ആഗിരണം ചെയ്യപ്പെടാത്തതിന്റെ കാരണം വൈറ്റമിൻ ഡി ഇല്ലാത്തതുകൊണ്ടാണ്. കാൽസ്യം കഴിക്കുന്നുണ്ടാവും, പക്ഷെ അത് ആഗിരണം ചെയ്ത് ഈ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ വൈറ്റമിൻ ഡി ഇല്ല. അവിടെ നടക്കുന്ന കാൽസ്യം അബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. കാൽസ്യം നമ്മൾ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, ആസ് ബിക്കോസ് ദർ ഇസ് എ ഷോർട്ടേജ് ഓഫ് വൈറ്റമിൻ ഡി. പിന്നെയോ ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ലോസ്, എക്സസീവ് ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടാവും. അത് വലിയൊരു പ്രശ്നമല്ലേ, എക്സസ് ആയിട്ടുള്ള ഹെയർ ലോസ് വരിക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലേ? എപ്പോഴും ചിലവരത് ഒരു ചീപ്പ് എടുത്ത് ഇങ്ങനെ ചീവിയാൽ മതി, ആ ചീപ്പിൽ മുഴുവൻ മുടി ഉണ്ടാവും. അവർ കുളിമുറിന്ന് പുറത്തിറങ്ങി വന്നാൽ കുളിമുറിക്കകത്ത് നിറച്ച് മുടി ഉണ്ടാവും. തോർത്തി കഴിഞ്ഞാൽ തോർത്തിൽ മുഴുവൻ മുടി ഉണ്ടാവും. ഇതിന്റെയൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെയാണ്. അതുപോലെ സ്ലോ വൂണ്ട് ഹീലിംഗ്. നമുക്കൊരു മുറിവുണ്ടായി, സാധാരണ മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓയിൽമെന്റ് പരട്ടുമ്പോഴോ വേറെ കളിക്കുമ്പോൾ അത് ഉണങ്ങണം സ്വാഭാവികമായിട്ട്. പക്ഷെ അത് എന്ത് ചെയ്താലും ഉണങ്ങുന്നില്ല. അതിനും ഒരു റീസൺ പറയുന്നത് വെച്ചാൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നിങ്ങളുടെ ഹീലിംഗ് പവർ കുറയും. വൂൺസ് ഒക്കെ, മുറിവുകളൊക്കെ ഉണങ്ങാൻ കാലതാമസം എടുക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെയുള്ള ഒരു പ്രധാന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൻ പ്രോബ്ലം. സ്കിൻ ടെക്സ്ചർ മോശമായിരിക്കും.
നിങ്ങളുടെ സ്കിന്നിന്റെ ടെക്സ്ചർ അത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ സ്കിന്നിന്റെ അല്ലെങ്കിൽ സ്കിന്നില് നിരവധി എന്താ പറയുക ബ്ലാക്ക് സ്പോട്ട്സോ അതുപോലെ തന്നെ അതിന്റെ ഭംഗിക്കുറവ്, ചിലവരുടെ സ്കിന്നിനൊക്കെ ഭംഗിക്കുറവ് കാണാറുണ്ട്. അത് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്നു എന്നാണ് പഠനം പറയുന്നത്. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയില്ല നമ്മൾ പ്രഷർ കൂടാനുള്ള പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. ഓഫ് കോഴ്സ് നമ്മുടെ സോഡിയം ക്ലോറൈഡ് കൂടുമ്പോഴും ഈ പറഞ്ഞ സംഭവം ഉണ്ടാവാം. പക്ഷെ എങ്കിലും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാമെന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നെയോ കാർഡിയോവാസ്കുലാർ പ്രോബ്ലം, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിന് അത് സാരമായി ബാധിക്കുന്നു വൈറ്റമിൻ ഡിയുടെ കുറവ് എന്ന് പറയുന്നു. ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, അതുപോലെ വെയിൻസിൽ കൂടിയുള്ള ബ്ലഡ് സർക്കുലേഷൻ, ഇതിനെയൊക്കെ വൈറ്റമിൻ ഡി എന്ന ആ വൈറ്റമിൻ കുറവ് വരുമ്പോൾ ബാധിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും കാർഡിയോവാസ്കുലാർ ഡിസീസിനോടോ അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ഹാർട്ടിന്റെ ആരോഗ്യത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹാർട്ട് വേൾസിന്റെ വീക്ക് ആവുക, തദ്വാര പമ്പിങ് സ്ലോ ആവുക. ഹാർട്ടിന്റെ വാൾസ് അത് വികസിക്കണം, അതുപോലെ ചുരുങ്ങണം, പിന്നെയും വികസിക്കണം, പിന്നെയും ചുരുങ്ങണം, പിന്നെയും വികസിക്കണം. ഈ ഒരു പ്രോസസ്സ് നടക്കണമല്ലോ അവിടെ. അതിന് വീക്കാവും അത്. അപ്പൊ എന്തു പറ്റും? പമ്പിങ് നേരെ നടക്കൂല, സ്ലോ ആവും, രക്തം സംക്രമണത്തിന് തടസ്സം ഉണ്ടാവാതെ അതിൻ്റെതായ സ്പീഡിൽ അത് പോകൂല. ഇതും ഹാർട്ടിനെ നമ്മളെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഹാർട്ടിന്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരുന്നില്ല. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരുന്ന രോഗങ്ങൾക്ക് ചില കാരണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് പ്രസവിച്ച ഉടനെ തന്നെ ആശുപത്രി നമ്മൾ പറയാതെ തന്നെ അവർ ഡ്രോപ്സ് കൊടുക്കും. കാരണം എന്താ അറിയോ? അമ്മയ്ക്ക് വൈറ്റമിൻ ഡി കുറവാണ്. അമ്മ ഇപ്പൊ വീട്ടിൽ ഒരു ഗർഭിണിയായി, പണ്ടൊക്കെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ വലിയ ആഹ്ലാദമായിരിക്കും. എല്ലാം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ എല്ലാവർക്കും വലിയ ആഹ്ലാദമൊക്കെ ആയിരിക്കും. ഇപ്പോ ഗർഭിണി എന്ന് പറഞ്ഞാൽ രോഗി എന്നാണ് അതിന്റെ അർത്ഥം. ഗർഭിണിയെ രോഗിയാക്കി മാറ്റി. അന്ന് മുതൽ ചികിത്സ തുടങ്ങുകയാണ്. ആശുപത്രിയിൽ നിന്ന് മാറൂല. പിന്നെ നിരവധി ചെക്കപ്പാണ് പുറത്ത്. അവരോട് പിന്നെ കൽപ്പിക്കുന്നത് എന്താ? അനങ്ങരുത്, ഭാരമുള്ള പണിയെടുക്കരുത്, നടക്കരുത്. ഈ നിർദ്ദേശങ്ങളാണ്. അവരിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻ ഡി അവർക്ക് കിട്ടുന്നില്ല. പുറത്തുനിന്ന് വൈറ്റമിൻ ഡി എടുക്കുവോ? അതുമില്ല. അങ്ങനെ വരുമ്പോ അവർ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ നിറം മഞ്ഞ നിറമായിരിക്കും, വെളുത്ത സ്കിന്നായിരിക്കില്ല. അവരൊരു മഞ്ഞ നിറമുള്ള കുട്ടികളാണ്. പിന്നെ അവരെ ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് ആ മഞ്ഞ നിറമൊക്കെ മാറ്റിയെടുക്കുന്നത് ചില വൈറ്റമിൻ ഡി ആണ് കൊടുക്കുന്നത് അവിടെ. അപ്പൊ വൈറ്റമിൻ ഡിയുടെ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വൈറ്റമിൻ ഡി കിട്ടിയില്ലെങ്കിലുള്ള ദോഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സ്ട്രോക്ക് വരാനുള്ള പല കാരണങ്ങളിലൊന്നും വൈറ്റമിൻ ഡി കുറവുണ്ടാവില്ല. സ്ട്രോക്ക് വരാറുണ്ട് പലതും. അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള സാധനം. എപ്പോഴാ വരുന്നത്, എങ്ങനെയാ വരുന്നത് അറിയില്ല. ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു പോകും. അതും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. പല്ല് പൊട്ടിപ്പോവുക, ചിലവരുടെ പല്ല് പൊട്ടിപ്പോവും. ആരെങ്കിലും ഇടിച്ചു പൊട്ടിക്കലല്ല, വെറുതെ എന്തെങ്കിലും ഒരു നല്ല പോലെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ആ ബ്രഷിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ടോ പല്ല് പൊട്ടും. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്നതാണ്. നഖത്തിന് പൊട്ടലുണ്ടാവും. നഖത്തിന് പൊട്ടൽ വരുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകും. പിന്നെയോ മസിലൊക്കെ സൂചി കൊണ്ട് കുത്തുന്ന വേദന ഉണ്ടാവും. മസിലിന് സൂചി കൊണ്ട് കുത്തുന്ന വേദന ഉണ്ടാവുന്നതാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ. പിന്നെ ഡിപ്രസ്ഡ് സ്റ്റേജ് ആയിരിക്കും. എപ്പോഴും ഉറങ്ങണം, ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത, എന്തിനും ഏതെങ്കിലും ഒരു ഇഷ്യൂ പ്രോബ്ലം വീട്ടിൽ വന്നാൽ അപ്പൊ തന്നെ ഡിപ്രസ്ഡ് ആവും, തളർന്നു പോകും അപ്പൊ തന്നെ.
ഇതിനും ഒരു കാരണമെങ്കിൽ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് വൈറ്റമിൻ ഡി. ക്യാൻസർ രോഗം തടയുന്നതിന് വൈറ്റമിൻ ഡി ഒരുപാട് ഗുണം ചെയ്യുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇതൊക്കെ ഫാറ്റ് സോളുബിൾ ആണ്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആണ്. നല്ല ഫാറ്റ് കഴിക്കണം എങ്കിലേ വൈറ്റമിൻ ഡി ദഹിക്കുകയുള്ളൂ. വൈറ്റമിൻ ഡി ദഹിക്കണമല്ലോ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ. നല്ല എന്ത് വേണം? നല്ല ഫാറ്റ് വേണം. നല്ല ഫാറ്റ് ചിലപ്പോൾ നമുക്ക് കഴിക്കാറില്ല പലപ്പോഴും. ഈ വെയിലത്ത് വെച്ച് ഉണക്കിയ കൊപ്രയിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ നല്ല ഫാറ്റാണ്. കാരണം ഒരുപാട് വൈറ്റമിൻ ഡി അതിനകത്തുണ്ട്. മിനിമം 20 മിനിറ്റ് എങ്കിലും നമ്മുടെ സൺലൈറ്റിൽ നമ്മുടെ ബോഡി എക്സ്പോസ്, നമ്മൾ പുറത്ത് ബോഡിയിൽ 20 മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശം ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. രാവിലെ ആണെങ്കിൽ വളരെ നല്ലത്, വൈകുന്നേരം 4 മണിക്ക് ശേഷമാണെങ്കിലും കൊള്ളാം. അല്ലെങ്കിൽ ഇത്തിരി 10-11 മണി ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, പേടിപ്പിക്കണം. പിന്നെ നമ്മുടെ ആൾക്കാർ പേടിപ്പിക്കുന്ന വെച്ചാൽ നീ കറുത്തു പോകുന്ന പറയണേ. വേറെ സൂര്യപ്രകാശത്തൊക്കെ അവിടെ പോയി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നീ കറുത്തു പോകും. ഈ കറുത്തു പോകുന്നതെന്ന് വെച്ചാൽ അതിനെന്താ വെച്ചാലും അതിന്റെ ദോഷഫലങ്ങൾ നമ്മുടെ സ്കിൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. അൾട്രാ വയലറ്റ് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ സ്കിന്നിൽ ദോഷം വരാൻ സാധ്യതയുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ സ്കിൻ തന്നെ, നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്യുന്ന ഒരു രൂപമാണ് ഈ കറുത്തു പോകുന്നു എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈ തമിഴന്മാരൊക്കെ വന്നിട്ട് ഇവിടെ പകല് നാട്ടുച്ചക്കൊക്കെ ഇന്ന് വെയിലത്ത് നിന്ന് പണിയുന്ന കണ്ടില്ല. അവർക്കൊന്നും ഒരു രോഗം വരാറില്ല, ഒരു രോഗം വരാറില്ല. ഒരു സംഭവം കൂടി ഞാൻ പറയാം. വെയിൽ കൊണ്ടുവന്നതിന്റെ വൈറ്റമിൻ ഡി നമ്മുടെ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണത്. ഒരു മധ്യ തിരുവിതാംകൂർന്ന് വന്ന് ഇവിടെ പ്രവർത്തിയെടുക്കുന്ന ഒരു ടീച്ചർ, അവരെ ഇവിടെ താമസിക്കുന്നത്, അവര് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ്. അവരുടെ വീട്ടില് അവരുടെ തന്നെ ആദിവാസികള് കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ അവരുടെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഈ കുട്ടിക്ക് വലിയ പനി മാത്രമല്ല, ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. അപ്പൊ ടീച്ചറെ സംബന്ധിച്ചോളം ടീച്ചർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്ന് എയോ ഡിയോ ആരോ ഓഫീസിൽ വരുന്ന ഇൻസ്പെക്ഷന് പോയേ പറ്റൂ. ഈ കുട്ടിയെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോകാനും പാടില്ല, കാരണം ആ കുട്ടി വിറക്കുകയാണ് പനി കൊണ്ട്. അവരോട് പറഞ്ഞു, നീ എങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ കിടന്നോ, ഒരു പണിയെടുക്കണ്ട, ഞാൻ എത്രയും വേഗം വരാം എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ സ്കൂളിലോട്ട് പോയി. ആ സ്കൂളിൽ പോയി ഹെഡ് ബസ് അവിടുത്തെ ഡിഇഒയും മറ്റു മാഷന്മാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. എയോ അല്ലെങ്കിൽ ഡിഒ ആരാന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേഗം വീട്ടിലോട്ട് പോയിക്കോ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അവരുടെ അനുവാദത്തോടു കൂടി വീട്ടിൽ തിരിച്ചു വന്നു. ഈ കുട്ടിയെ വീട്ടിലൊക്കെ മുഴുവൻ അന്വേഷിച്ചു, കുട്ടിയെ കാണുന്നില്ല. അവസാനം ഈ കുട്ടി അന്വേഷിച്ചു ഒരു അവരെ പറമ്പിൽ ഇറങ്ങി നോക്കുമ്പോൾ ഒരു പാറപ്പുറത്ത് ഒരു ചാക്ക് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പണ്ടത്തെ ചാക്ക്, ചണച്ചാക്കാണ്. അതിനകത്ത് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇവരവിടെ ചെന്ന് നോക്കിയപ്പോ ഈ കുട്ടി ഇതിനകത്തുണ്ട്. ആ കുട്ടീനെ ഒന്ന് ചാക്കിന്ന് പുറത്തു വരാൻ പറഞ്ഞ് പുറത്തു വന്നു. ആ കുട്ടി ഇങ്ങനെ വേർത്ത് കുളിക്കുകയാണ്, കംപ്ലീറ്റ് വേർത്ത് കുളിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് വേഗം ഡോക്ടറോട് പോകാം. അപ്പോൾ പറഞ്ഞു, വേണ്ട അമ്മേ, എനിക്കെല്ലാം മാറി, എന്റെ എല്ലാം മാറി എന്നാ പറഞ്ഞത്. അപ്പൊ ആ വെയിൽ കൊണ്ടപ്പോ, ആ വെയിലിന്റെ ചൂട് ഏറ്റു കഴിഞ്ഞപ്പോ ആ കുട്ടിക്കുള്ള മുഴുവൻ പനിയുടെ എന്താ ലക്ഷണങ്ങൾ അത് മുഴുവൻ മാറി. അവൾക്ക് ഉന്മേഷം വന്നു, വേർത്തു കുളിച്ചു, ഒരു കുഴപ്പമില്ല. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 20 മിനിറ്റ് എങ്കിലും വെയിൽ കൊണ്ടാവും നമുക്ക് വേണ്ട വൈറ്റമിൻ കിട്ടും. മിനിമം കൈകൾ കാലുകൾക്കെങ്കിലും സൂര്യപ്രകാശം കിട്ടണം, മുടി കിട്ടണം. ഇതൊക്കെ അത്യാവശ്യമായിട്ട് സൂര്യപ്രകാശം കിട്ടേണ്ടതാണ്. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഇരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കൈയെടുത്ത് അകത്തേക്ക് വെക്കും. വെയിൽ കൊണ്ടുണ്ടാവും. ആക്ച്വലി അവിടെയെങ്കിലും കിട്ടണം വെയിൽ കിട്ടേണ്ടത് നല്ലതാണ്. ഒരിക്കലും അത് പിൻവലിക്കരുത്. കാരണം വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിൽ നിന്നാണ്. 8 മണിക്കൂർ മുറുക്കളിൽ ഇരുന്ന ജോലി ചെയ്യുന്നവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് കാണാറുണ്ടെന്ന് ആശുപത്രികളിൽ ഇപ്പൊ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരുന്ന ആൾക്കാർ 8 മണിക്കൂറിൽ കൂടുതൽ മുറിക്കകത്തിരുന്ന് പണിയെടുക്കുന്നവരുണ്ടല്ലോ, അവർക്കാണ്. ഗർഭിണികൾക്ക് ശരീരത്തിൽ സൂര്യപ്രകാശം അടിച്ചില്ല എങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മഞ്ഞ നിറം ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ.
അതുകൊണ്ടാണ് പണ്ട് മുത്തശ്ശിമാര് ഈ ഗർഭിണികൾക്ക് വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടി വെയിലത്ത് നിന്ന് ചവയ്ക്കാൻ പറയുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെറ്റിലയിൽ മഗ്നീഷ്യം ഉണ്ട്, സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും, ചുണ്ണാമ്പിൽ കാൽസ്യം ഉണ്ട്. ഇത് മുഴുവൻ ദഹിക്കും. ഇതൊക്കെ മുഴുവൻ 100% അബ്സോർപ്ഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ആ സ്ത്രീക്ക് മുലപ്പാൽ കൂടും എന്ന് മാത്രമല്ല എല്ലുകൾക്ക് ബലം ഉണ്ടാവും. ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ എല്ലുകൾക്കും ബലമുണ്ടാകും എന്നാണ് പണ്ട് പറയുന്നത്. പക്ഷെ ഇത് പണ്ടത്തെ മുത്തശ്ശിമാർക്ക് അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ അതൊന്നും ആരും അറിയില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. ഇനി അറിഞ്ഞാൽ തന്നെ പറയും അത് ശാസ്ത്രീയമല്ലല്ലോ, അതിന് വല്ല ക്ലിനിക്കൽ ടെസ്റ്റ് ഉണ്ടെന്നാ ആദ്യത്തെ ചോദ്യം. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ. എല്ലാത്തിനും ശാസ്ത്രീയമായിട്ടുള്ള നിർവചനം ഉണ്ടെങ്കിൽ അവരതൊക്കെ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവരൊക്കെ തള്ളിക്കളയും. അപ്പൊ വൈറ്റമിൻ ഡിയും കാൽസ്യവും മഗ്നീഷ്യവും കൂടുമ്പോൾ അത് 100% അബ്സോർപ്ഷൻ ആണ്. വൈറ്റമിൻ ഡി പരിശോധിക്കുന്നത് അതിന്റെ യൂണിറ്റ് 20 താഴെയാണെങ്കിൽ അത് ക്രിട്ടിക്കലാണ്. 20 to 30 തന്നെ വളരെ സീരിയസ് ആണ്. അതിൽ 20 താഴെയാണെങ്കിൽ വളരെ ക്രിട്ടിക്കലാണ്. യാതൊരു സംശയമില്ല, നിങ്ങളുടെ ശരീരത്തില് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്ന് മാത്രമല്ല, അത് നിങ്ങളെ ദോഷകരമായിട്ട് പല ഭാഗത്തും ദോഷം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യാനോട് 1000 രൂപയൊക്കെ ഇപ്പൊ ഉണ്ട്, ചിലവുണ്ട് നമുക്കത് ചെയ്യണമെങ്കിൽ. അമിതവണ്ണമുള്ളവർക്ക് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറവായിരിക്കും. ഒബേസിറ്റി, പൊണ്ണത്തടിയുള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പം പിന്നെ എവിടെ നിന്നൊക്കെ കിട്ടുന്ന വൈറ്റമിൻ ഡി? നമുക്ക് കിട്ടുന്ന ആഹാരം നോക്കാം. മുട്ടയിൽ മത്സ്യം വൈറ്റമിൻ ഡി എന്നതാണ് മുട്ട. അതുപോലെ മത്സ്യം, പിന്നെയോ ചീര. ഈ ചീര എന്ന് പറഞ്ഞ സാധനം ഓഫ് കോഴ്സ് വൈറ്റമിൻ ഡി അതിനകത്തുണ്ട്. പക്ഷെ തണലത്ത് വെക്കുന്ന ഈ വൈറ്റമിൻ ഡി മാത്രമല്ല, അതിനകത്ത് ഇരുമ്പും ഉണ്ട്. ഭൂമിയിലുള്ള ഇരുമ്പ് വലിച്ചെടുക്കണമെങ്കിൽ വെയിലത്ത് നിന്ന് വളരുന്ന ചീരയിലേക്ക് മാത്രമേ ഈ ഇരുമ്പ് കൂടുതലായിട്ടുണ്ടാവുള്ളൂ. കാരണം വൈറ്റമിൻ ഡി ശരിക്കും അതിന് കിട്ടിയെങ്കിൽ മാത്രമേ, സൂര്യപ്രകാശം നല്ലപോലെ കിട്ടിയെങ്കിൽ മാത്രമേ ആ ചീര ഭൂമിയിലുള്ള ഇരുമ്പിനെ വലിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. തണലത്ത് നിൽക്കുന്ന ചീര ഒന്നിലോ അതിന് എന്താണ് ആരോഗ്യക്കുറവുണ്ടാവും, വൈറ്റമിൻ ഡി കിട്ടാത്തതുകൊണ്ട്, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് ഈ അബ്സോർപ്ഷൻ ഓഫ് അയൺ വിൽ ബി ലെസ്. പിന്നെ മത്സ്യത്തിൽ കിട്ടും, ചെറിയ ചെറിയ മത്സ്യത്തിൽ, മുരിങ്ങയിലയിൽ കിട്ടും, പാലിൽ കിട്ടും വൈറ്റമിൻ ഡി. പാൽ ഉൽപ്പന്നങ്ങളിലുണ്ടാവും, തൈര്, നെയ്യ്, പനീർ എന്നൊക്കെ, അതിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഭക്ഷിച്ചാൽ വൈറ്റമിൻ ഡി കിട്ടും. മഷ്റൂം ഏറ്റവും നല്ലതാണ്. വൈറ്റമിൻ ഡി മാത്രമല്ല, വൈറ്റമിൻ B12 കിട്ടുന്ന ഒരു സാധനമാണ് ഈ കൂണ് എന്ന് പറയുന്നത്. അത് ചിപ്പിക്കൂണായാലും ശരി, അല്ലെങ്കിൽ എന്താ വേറൊരു കൂണുള്ളത്, കൊടമാരികളാണ് ചിപ്പിക്കൂൺ, പിന്നെ മുട്ടുമാരിയുള്ളത്. അതിലൊക്കെ വൈറ്റമിൻ ഡി ധാരാളം ഉണ്ട്. നല്ല പെട്ടെന്ന് അത് ദഹിക്കുകയും ചെയ്യും, ആഗിരണം ചെയ്യപ്പെടുന്നു ശരീരം. പിന്നെ കാഷ്യൂനട്ട്, കശുവണ്ടിയിലുണ്ട് വൈറ്റമിൻ ഡി കിട്ടും. ബദാമിൽ കിട്ടും. നിലക്കടല നമുക്ക് കിട്ടും. നമ്മൾ തള്ളിക്കളയുന്ന ഒരു സാധനമാണ്. പ്രോട്ടീനും കിട്ടും, വൈറ്റമിൻ ഡിയും കിട്ടും. അത് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിലക്കടല പച്ചയ്ക്ക് മേടിച്ച് അത് വെള്ളത്തിൽ കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ അത് വറുത്ത് കഴിക്കാം. ഇപ്പൊ കടകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നത് വറുത്തതല്ലേ. വറുത്തത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അതിന്റെ തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. പുറമേയുള്ള തോടുണ്ട്, ചെറിയ തോട്, ലൈറ്റായിട്ടുള്ള, അത് കളയണം. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ആമാശയത്തിൽ ചെന്നാൽ ദഹന പ്രക്രിയയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിലക്കടല കഴിക്കാം, വറുത്തിട്ടാണ് കഴിക്കണമെങ്കിൽ തൊലി കളയുന്നത് മാത്രമേ ഉള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സിൽ കഴിക്കാം, അതിനകത്തുണ്ട് വൈറ്റമിൻ ഡി ധാരാളം. ഈ ട്രാൻസ് ഫാറ്റ് കൂടുതൽ കഴിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറവായിരിക്കും. വൈറ്റമിൻ ഡി ഉണ്ടാവും, പക്ഷെ അതിന്റെ അബ്സോർപ്ഷൻ, ശരീരം അബ്സോർവ് ചെയ്യണമല്ലോ. അത് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കഴിക്കുന്നവർക്ക്
നമുക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ട്, അതായത് അതിലാണ് ഈ ട്രാൻസ്ഫാറ്റ് ഒക്കെ കൂടുതൽ. ഷവർമ, അൽഫാമ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കുറെ പേരുണ്ട്. എനിക്ക് ആ പേരുകളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോഴത്തെ തലമുറയാണല്ലോ എല്ലാം കഴിക്കണേ. അതിലൊക്കെ എന്താ വെച്ചാൽ ട്രാൻസ്ഫാറ്റ് കൂടുതലാണ്, അവർക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. വെയിലത്ത് വെച്ച് ഉണക്കിയ കൊപ്രയിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയിൽ വൈറ്റമിൻ ഡി ഉണ്ട്. കൂടുതൽ നല്ല ഫാറ്റ് ദഹിക്കാൻ സഹായിക്കും. നല്ല ഫാറ്റ് കിട്ടുന്നത് ഈ വെയിലത്ത് വെച്ച് ഉണക്കിയ കൊപ്രയിൽ നിന്ന് എടുക്കുന്ന എണ്ണ, വെളിച്ചെണ്ണ നമ്പർ 1 ഫാറ്റാണ്, സൂപ്പറാണ്. ഈ വൈറ്റമിൻ ഡി ടെസ്റ്റിന് ഇപ്പൊ ശരാശരി ഒരു 1000 രൂപയുടെ ചെലവ് വരും കേട്ടോ. അപ്പോ വൈറ്റമിൻ ഡി അങ്ങനെ ടെസ്റ്റ് നമ്മൾ കുറവാണെന്ന് കണ്ടാൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടാൻ പറ്റും. പിന്നെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അത് ഭക്ഷണത്തിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെയാണ് വൈറ്റമിൻ ഡി സബ്ലിംഗ്വൽ സ്പ്രേ എന്ന് പറഞ്ഞ അബ്സോർവിറ്റ്, നമ്മുടെ വെസ്റ്റീജിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഹെൽത്ത് സപ്ലിമെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് 8 വർഷത്തിൽ കൂടുതൽ റിസർച്ച് നടത്തി ഇന്ത്യയിൽ ആദ്യമായി ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റ് ചെയ്തത് വെസ്റ്റീജ് ആണ്. അതിനുശേഷം മറ്റു പല കമ്പനികൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് 8 വർഷത്തിൽ കൂടുതൽ റിസർച്ച് നടത്തി ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിച്ച സബ്ലിംഗ്വൽ സ്പ്രേ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ്, ഒരു സൂപ്പർ ഉൽപ്പന്നമാണ് വെസ്റ്റീജിന്റെ. ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് വൈറ്റമിൻ ഡി ഈ സബ്ലിംഗ്വൽ സ്പ്രേ എന്ന് പറയുന്നത്. ഇതിന്റെ നാവിന്റെ അടിയിൽ, നാവിങ്ങനെ മടക്കി വെച്ച് നാവിന്റെ അടിയിലെല്ലാം ഞാനില്ല, അവിടെ 2 to 3 സ്പ്രേ ചെയ്താൽ മതി. അതപ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ആഗിരണം ചെയ്യും. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ സാലിവറി ഗ്ലാൻഡ് ഉണ്ട്, ലിംഗ്വാൽ ഗ്ലാൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന വെയിൻസിന്റെ പേരാണ് ജൂബിലാർ വെയിൻസ് എന്ന് പറയും. ഈ ജൂബിലാർ വെയിൻസ് കഴുത്തിന്റെ അവിടെയാണ് ഉള്ളത്. അവിടെ ഈ സ്പ്രേ നിമിഷത്തിനകം ആ ജൂബിലാർ വെയിൻസിൽ കൂടി അത് ബ്ലഡിലോട്ട് അസിമുലേറ്റ് ചെയ്യും. വിത്തിൻ 5 minutes നിങ്ങൾ ഈ സ്പ്രേ ചെയ്ത് 5 മിനിറ്റ് അകം ഇറ്റ് വിൽ അസിമുലേറ്റ് ഇൻ ദ ബോഡി. അതിൽ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ 90% വൈറ്റമിൻ ഡി അങ്ങനെ ചെയ്യുന്നത് അബ്സോർപ്ഷൻ വിത്തിൻ 5 minutes. 5 മിനിറ്റിനുള്ളിൽ ഈ ജൂബിലാർ വെയിൻസിലൂടെ നിങ്ങൾ അടിച്ച ഈ വൈറ്റമിൻ ഡി സ്പ്രേ, ഈ വൈറ്റമിൻ ഡിയുടെ സ്പ്രേ നിങ്ങളെ ബ്ലഡിലെത്തും. എത്ര പെട്ടെന്ന് എത്തുന്നറിയാം. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി കൊണ്ടുണ്ടാകാവുന്ന മുഴുവൻ കാരണങ്ങൾക്കും ഒരു പരിധി വരെ പരിഹാരമാണ് എന്ത്, ഈ വൈറ്റമിൻ ഡിയുടെ സബ്ലിംഗ്വൽ സ്പ്രേ എന്ന് പറയുന്നത്. വെസ്റ്റീജിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് ബോൺ ഹെൽത്ത്, പിന്നെ ഹൈപ്പോതൈറോയ്ഡ്, ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി, ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചൽ, ഇതിനൊക്കെ ഒരു പരിഹാരമാവും. അപ്പൊ എന്താ വെച്ചാൽ മറ്റ് വൈറ്റമിൻ ഡിയുടെ പല ക്യാപ്സൂൾസോ ടാബ്ലറ്റ്സോ ഒക്കെ ചിലപ്പോ നിങ്ങൾക്ക് ഡോക്ടർമാർക്ക് എഴുതി തരുന്നുണ്ടാവും, അത് കെമിക്കലായിരിക്കും. പക്ഷെ നമ്മുടെ ഈ സ്പ്രേയുടെ പ്രത്യേകത എന്താ? ഈ സ്പ്രേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വെസ്റ്റീജ് കമ്പനി 8 വർഷത്തിൽ കൂടുതൽ റിസർച്ച് നടത്തി, പഠനം നടത്തി, അവർ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിൽ കൂടി അതിന്റെ പഠനം മുഴുവൻ നടത്തിയതിന് ശേഷം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ വിത്തിൻ 5 minutes 90% വൈറ്റമിൻ ഡി എന്താണോ നമ്മുടെ നാവിന്റെ അടിക്കുന്നത് നമ്മുടെ ബ്ലഡിൽ അസിമുലേറ്റ് ചെയ്യും. ഇമ്മീഡിയറ്റ് റിസൾട്ടാണ്. അതാണ് ആ സ്പ്രേയുടെ പ്രത്യേകത. സബ്ലിംഗൽ വെസ്റ്റീജ് അബ്സോർവിറ്റ് എന്ന് പറയും. അതിന് വൈറ്റമിൻ സബ്ലിംഗൽ സ്പ്രേ എന്നാ പറയാൻ എൻ്റെ പേര്. വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും ഒരു വീട്ടില് ആവശ്യം വേണ്ട കാരണം വൈറ്റമിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ഗ്രോത്തിന്. എന്ന് മാത്രമല്ല ടു ചെക്ക് ഡിസീസസ്, വരാൻ പോകുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നിരവധി എണ്ണകൾ പരിശോധിച്ചിട്ടുണ്ട്, ചിലവർ ഉപയോഗിച്ച് നോക്കി. ഹെയർ ഫോള് അല്ലെങ്കിൽ ഹെയർ ലോസ് മാറാത്ത ചില ആളുകളൊക്കെ ഉണ്ട്. അവർ പല വിധത്തിലുള്ള എണ്ണകൾ മാറി ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചൽ മാറുന്നില്ല. അങ്ങനെ ഉള്ള നിരവധി ആൾക്കാർ എനിക്ക് നേരത്തെ അറിയാം. അവരിലേക്ക്
ഇപ്പൊ ഈ സബ്ലിംഗൽ സ്പ്രേ വൈറ്റമിൻ ഡി കൊടുത്ത് ഉള്ള ഗുണം എന്താ കൊടുത്തപ്പോ അവരുടെ മുടി കൊഴിച്ചില് 3 ദിവസം കൊണ്ട് കുറഞ്ഞു എന്ന് അത് ഉപയോഗിച്ചവർ നമ്മളോട് പറഞ്ഞത്. ആലോചിച്ച് നോക്ക്. വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി അവര് പല വിധത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ചു. മുടി കൊഴിച്ചിൽ പോകാതിരിക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടന്നില്ല. ആ സ്ഥലത്ത് ഈ സബ്ലിംഗൽ സ്പ്രേ ഉപയോഗിച്ചപ്പോ 3 ദിവസം കൊണ്ടാണ് അത് മാറി എന്നുള്ള അവർ പറയുന്ന അഭിപ്രായം. അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് അല്ലേ? മിറാക്കിൾസ് റിസൾട്ടാണ്. പിന്നെയോ മസിൽ കോച്ച് അനുവദിച്ചിരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിച്ചു തുടങ്ങി. മസിൽ കോച്ച് ഉണ്ടല്ലോ, കോച്ചി പിടിക്കുന്നതൊക്കെ. ചിലവരൊക്കെ രാത്രി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോച്ചി പിടിച്ച് തിരുമി അവരവിടുന്ന് കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി സ്പ്രേ അടിച്ചതിന് ശേഷം അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് റിസൾട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത്. പിന്നെ ഡിപ്രസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള പെട്ടെന്ന് മനോവിഷമം അനുഭവിക്കുന്നത് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, ചെറിയ കാര്യം മതി. നമ്മളൊക്കെ പരിചയമുള്ള ആൾക്കാര് നമ്മളെ കാണുമ്പോൾ ഒരു ദിവസം മീറ്റിങ്ങിന് വന്നു. ആ സാറ് വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. മതി, ഡിപ്രഷൻ ഉണ്ടാവും, വേറൊന്നും വേണ്ട. അതോടുകൂടി അവർ ഡിപ്രഷനാണ്. എൻ്റെ മുഖത്ത് നോക്കിയില്ല. ഇതാണ് കംപ്ലൈന്റ്. ഒരു മീറ്റിങ്ങിൽ വന്ന് കയറുമ്പോൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? അത് നോക്കിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരാകെ തളർന്നു. പിന്നെ വരുന്നില്ല എന്ന് പറയേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഡിപ്രസ്ഡ് സ്റ്റേജാണ്. അതൊക്കെ ഇങ്ങനെയുള്ള മനോവിഷമമൊക്കെ വരുന്ന ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണ്. ഈ ക്യാൻസർ രോഗികൾക്ക് മറ്റ് സപ്ലിമെന്റിനോടൊപ്പം വൈറ്റമിൻ ഡി സ്പ്രേ നൽകിയാൽ നല്ല ഫലം ലഭിക്കുന്നു എന്ന് അനുഭവസ്ഥർ പറയുന്നു. മറ്റ് സപ്ലിമെന്റ്സും വേണം അതിൻ്റെ ഒപ്പം